നടൻ അല്ലു അർജുൻ അറസ്റ്റിലായിരിക്കുന്നു. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ചതിലാണ് അറസ്റ്റിലായത്. ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയാണ് ഇപ്പോൾ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. AP നദീറ വിവരങ്ങൾ നൽകും. നദീറ, അല്ലു അർജുന്റെ സിനിമ പുഷ്പ 2 വലിയ ചർച്ചയായതാണ്. പക്ഷേ സിനിമയുടെ തിക്കിലും തിരക്കിലും പെട്ട് തിയേറ്ററിൽ ഒരു യുവതി മരിച്ചതിൽ നടൻ എങ്ങനെയാണ് അറസ്റ്റിലാകുന്നത്? ഡിസംബർ 4-നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഡിസംബർ 5-നായിരുന്നു പുഷ്പ 2-ന്റെ റിലീസ്. പക്ഷേ അല്ലു അർജുൻ അവിടെ എത്തുന്ന ഒരു പരിപാടി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ സംഘടിപ്പിച്ചിരുന്നു. 4-ാം തീയതി ബെനിഫിറ്റ് ഷോ എന്ന് പറയും. സിനിമയുടെ അണിയറ പ്രവർത്തകരും വളരെ അടുത്ത ആളുകളും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി. അതിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം. പ്രത്യേക ടിക്കറ്റൊക്കെ ഉണ്ട്. ഇത് വെച്ചുള്ള പരിപാടിയായിരുന്നു. ഇതിനെ അല്ലു അർജുൻ എത്തുന്നു എന്നറിഞ്ഞ് വലിയ തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലു അർജുൻ എത്തുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അല്ലു അർജുൻ ആരാധകർക്ക് നേരെ കൈവീശി കാണിക്കുന്നതിനായി പുറത്തേക്ക് വന്നപ്പോൾ പുറത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആയ ആരാധകർ കൈവീശി കാണിക്കുകയും ഈ തിയേറ്ററിനകത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയുണ്ടായ തിക്കും തിരക്കിലും സിനിമ കാണാനെത്തിയ രേവതി എന്ന സ്ത്രീ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നായിരുന്നു ചെട്ട്പടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചിക്കടപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ അല്ലു അർജുനെയും പ്രതി ചേർത്തിരുന്നു. പ്രത്യേകിച്ചും പ്രതി ചേർത്തത് ഈ തിയേറ്റർ മാനേജ്മെന്റിനെ ആയിരുന്നു. അവർ മതിയായ സുരക്ഷ ഒരുക്കിയില്ല, പോലീസിനെ കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഒപ്പം അല്ലു അർജുൻ എത്തിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനിടയായത്. അതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് അല്ലു അർജുന്റെ സന്ദർശനമാണ്. അതുകൊണ്ട് അല്ലു അർജുനെയും പ്രതി ചേർത്തുകൊണ്ടായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ തിരക്കിലും തന്റെ വരവുണ്ടാക്കിയ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചതിനോട് അല്ലു അർജുൻ പ്രതികരിച്ചിരുന്നില്ലേ? ആ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. ആ കുടുംബത്തെ സന്ദർശിക്കുകയും അവർക്ക് ധനസഹായം നൽകുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ പ്രതി ചേർത്തി മുന്നോട്ട് പോയി. അദ്ദേഹം ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണം, അല്ലെങ്കിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ചിരുന്നു. അതിൽ വാദം തുടങ്ങുന്നതിന് മുന്നാണ് ഇപ്പോൾ ഹൈദരാബാദിലെ അദ്ദേഹത്തിന്റെ ജൂബിലി ഹിൽസിലുള്ള വീട്ടിലെത്തി അതിന്റെ അറസ്റ്റ് ഈ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ബാക്കി നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. ഇപ്പോഴാണ് പോലീസ് വീട്ടിലെത്തിയത്. രാവിലെയാണ്. അദ്ദേഹത്തോട് സൗഹാർദ്ദപരമായി തന്നെ സംസാരിച്ച് അദ്ദേഹം പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് വിധേയനാകാം എന്ന് അറിയിക്കുകയും സ്റ്റേഷനിലേക്ക് ഒപ്പം പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 4-ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അല്ലു അർജുന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ മറ്റ് പ്രതികളായിരിക്കുന്നത് അല്ലു അർജുന്റെ സുരക്ഷാ ജീവനക്കാരും അതുപോലെ തന്നെ ഈ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റുമാണ്. ഇങ്ങനെ 3 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിലിപ്പോൾ അല്ലു അർജുനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സംഭവം നടന്ന ദിവസം തന്നെ ഈ തിയേറ്ററിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആളുകളെ സ്പോട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ വിവരങ്ങൾ പക്ഷേ FIR-ലില്ല. പിന്നീട് ഇവരെ വിട്ടയക്കുകയും ഈ സംഭവത്തിന് പിന്നിൽ പശ്ചാത്തലം എന്താണോ, അതിന് കാരണക്കാരായ ആളുകൾ ആരാണോ അവർക്കെതിരെ പിന്നീട് FIR ഇടുകയുമാണ് പോലീസ് ചെയ്തത്. ഇതറിഞ്ഞായിരുന്നു ഇദ്ദേഹം തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ കേസ് വാദം കേൾക്കുന്നതിന് മുൻപേ തന്നെ ഹൈദരാബാദ് പോലീസ് എത്തി അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് വിവരം. ശരി, നടൻ അല്ലു അർജുന്റെ ആരാധകരുടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരു യുവതി മരിച്ചിരുന്നത്. യുവതിയുടെ കുടുംബത്തെ അല്ലു അർജുൻ സന്ദർശിച്ചിരുന്നു. ആ ദുരന്തത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. 25 ലക്ഷം രൂപയാണ് ആശ്വാസധനമായി അല്ലു അർജുൻ പ്രഖ്യാപിച്ചിരുന്നത്. കുടുംബത്തെ നേരിൽ കണ്ടു. സാധ്യമായ എല്ലാ സഹായവും നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തിയേറ്ററിൽ തിരക്കിൽപ്പെട്ട് വേറെയും പലർക്കും പരിക്കുണ്ടായിരുന്നു. ഗുരുതരാവസ്ഥയിൽ പരിക്കിൽ കഴിയുന്ന 9 വയസ്സുകാരൻ്റെ മുഴുവൻ ചികിത്സാ ചെലവും അല്ലു അർജുൻ ഏറ്റെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. വലിയ വ്യാപകമായി ഈ പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് ആരാധകരുടെ തിക്കും തിരക്കുമായിരുന്നു തിയേറ്ററുകളിൽ. അങ്ങനെ അല്ലു അർജുൻ തന്നെ ആ തിയേറ്റർ സന്ദർശിക്കുന്ന ഷോ ആയിരുന്നു. ബെനിഫിറ്റ് ഷോ എന്ന പേരിൽ നടത്തുന്ന ആ ഷോയിലേക്ക് അല്ലു അർജുൻ വന്നപ്പോഴാണ് അനിയന്ത്രിതമായ തിക്കും തിരക്കുമുണ്ടായ. തിരക്കിലും പെട്ടാണ് ഒരു സ്ത്രീ മരിച്ചത്. അതിലാണിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിയേറ്റർ ഉടമകൾക്കെതിരെയും തിയേറ്റർ അധികൃതർക്കെതിരെയും കേസുണ്ട്. അവർക്കും അറസ്റ്റ് വാറണ്ട്. അതോടൊപ്പം തന്നെയാണ്
അല്ലു അർജുനും അതിൽ കുറ്റത്തിൽ പങ്കാളിയാണ് എന്ന രൂപത്തിലേക്ക് കേസ് മാറിയിരിക്കുന്നത്. അല്ലു അർജുനും അറസ്റ്റ് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയാണ് ഇപ്പോൾ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പോലീസിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് വിവരം. ആ ദൃശ്യങ്ങളിൽ കാണാം അല്ലു അർജുൻ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെയാണ് പോലീസിനൊപ്പം നീങ്ങുന്നത്. അതാണ് ആ ദൃശ്യങ്ങൾ.